ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്സസ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക് ആൻറ്റോണിംസ് ആണ്. മുന്നേ നമ്മൾ സിനോണിംസ് എന്താണെന്ന് നോക്കി. ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ് സിനോണിംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആൻറ്റോണിംസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ വേർഡ് ദാറ്റ് ഹാസ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് അനദർ വേർഡ്. രണ്ട് വേർഡുകൾ എടുക്കുന്ന സമയത്ത് അവയുടെ അർത്ഥങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും. വിപരീത അർത്ഥങ്ങളുള്ള രണ്ട് വേർഡുകളെയാണ് ആൻറ്റോണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് അങ്ങനത്തുള്ള വേർഡുകളുണ്ട്. ധാരാളം എക്സാംസിനും ഈ ആൻറ്റോണിംസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ കുറച്ച് ആൻറ്റോണിംസ് നമുക്കിനി പരിചയപ്പെടാം. നിങ്ങൾ അത് നല്ലപോലെ കേട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആൻറ്റോണിംസിന് എക്സാമ്പിൾസ് നോക്കാം. അതിൻ്റെ മലയാളം മീനിങ്ങും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കേൾക്കുന്നവർ അതുകൂടെ നോക്കി പോവാം. ഓക്കെ, ആംപിൾ, സ്കാൻറ്റി. ആംപിൾ, സ്കാൻറ്റി. ആംപിൾ എന്ന് വെച്ചാൽ ധാരാളം, സ്കാൻറ്റി എന്ന് വെച്ചാൽ അപര്യാപ്തം അല്ലെങ്കിൽ കുറവ്. രണ്ടാമത്തത് ലയബിലിറ്റി, അസെറ്റ്. ലയബിലിറ്റി, അസെറ്റ്. ലയബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യത, അസെറ്റ് എന്ന് വെച്ചാൽ സമ്പത്ത്. മൂന്നാമത്തത് ലുക്കാഷ്യസ് റെറ്റിസെൻറ്റ്. ലുക്കാഷ്യസ് റെറ്റിസെൻറ്റ്. ലുക്കാഷ്യസ് എന്ന് വെച്ചാൽ അധികം സംസാരിക്കുന്നവൻ. റെറ്റിസെൻ്റ് എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കുറച്ച് സംസാരിക്കുന്ന ആളെന്നർത്ഥം. അടുത്തത് കലോസ്, സോഫ്റ്റ്. കലോസ്, സോഫ്റ്റ്. കലോസ് എന്ന് വെച്ചാൽ കരുണയില്ലാത്തവൻ. സോഫ്റ്റ് എന്ന് വെച്ചാൽ മൃദുവായ, സ്നേഹമുള്ളവൻ എന്നൊക്കെ അർത്ഥം. നെക്സ്റ്റ് ഡെസ്പയർ, ഹോപ്പ്. ഡെസ്പയർ, ഹോപ്പ്. ഡെസ്പയർ എന്ന് വെച്ചാൽ നിരാശ, ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷ. അടുത്തത് ഡിലിജൻ, ലേസി ഓർ ഐഡിൽ. ഡിലിജൻ, ലേസി. ഡിലിജൻ്റ് എന്ന് വെച്ചാൽ പരിശ്രമിക്കുന്നവൻ, എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. ലേസി എന്ന് വെച്ചാൽ മടിയൻ. ഐഡിൽ എന്ന് വെച്ചാൽ അലസൻ. ഓക്കെ, അപ്പോൾ ആംപിൾ, സ്കാൻറ്റി, ലയബിലിറ്റി, അസെറ്റ്, ലൊക്കാഷ്യസ്, റെറ്റിസെൻറ്റ്, കലോസ്, സോഫ്റ്റ്, ഡെസ്പയർ, ഹോപ്പ്, ഡിലിജൻ, ലേസി ഓർ ഐഡിൽ. ഓക്കെ, നെക്സ്റ്റ് ഹ്യൂമിലിറ്റി, അരോഗൻസ്. ഹ്യൂമിലിറ്റി എന്ന് വെച്ചാൽ വിനയം, അരോഗൻസ് എന്ന് വെച്ചാൽ അഹങ്കാരം. ഹ്യൂമിലിറ്റി, അരോഗൻസ്. അടുത്തത് ജസ്റ്റിഫൈ, കണ്ടമെൻറ്റ്. ജസ്റ്റിഫൈ, കണ്ടമെൻറ്റ്. ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ ന്യായീകരിക്കുക, കണ്ടമെൻറ്റ് എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക. അടുത്തത് സ്പ്ലെൻഡഡ്, ഡൾ. സ്പ്ലെൻഡഡ്, ഡൾ. സ്പ്ലെൻഡഡ് എന്ന് വെച്ചാൽ ഭംഗിയുള്ള, ഡൾ എന്ന് വെച്ചാൽ വിരസമായ. സ്പ്ലെൻഡഡ്, ഡൾ. നെക്സ്റ്റ് സ്കെയർ, അബഡൻറ്റ്. സ്കെയർ, അബഡൻറ്റ്. സ്കെയേഴ്സ് എന്ന് വെച്ചാൽ അപൂർവം, അബഡൻറ്റ് എന്ന് വെച്ചാൽ ധാരാളം. സ്കെയർ, അബഡൻറ്റ്. നെക്സ്റ്റ് അഫ്ലുവൻസ്, പോവർട്ടി. അഫ്ലുവൻസ്, പോവർട്ടി. അഫ്ലുവൻസ് എന്ന് വെച്ചാൽ സമൃദ്ധി, പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം. അപ്പോൾ ഹ്യൂമിലിറ്റി, അരോഗൻസ്, ജസ്റ്റിഫൈ, കണ്ടമെൻറ്റ്, സ്പ്ലെൻഡഡ്, ഡൾ, സ്കെയർ, അബഡൻറ്റ്, അഫ്ലുവൻസ്, പോവർട്ടി. നെക്സ്റ്റ് ബെനവലൻറ്റ്, ഹാംഫുൾ. ബെനവലൻറ്റ്, ഹാംഫുൾ. ബെനവലൻ്റ് എന്ന് വെച്ചാൽ ദയവാനായ, ഹാംഫുൾ ദോഷകരമായ. ബെനവലൻറ്റ്, ഹാംഫുൾ. നെക്സ്റ്റ് റെക്കാൾസ്ട്രിയൻ്റ്, സബ്മിസീവ്. റെക്കാൾസ്ട്രിയൻ്റ്, സബ്മിസീവ്. റെക്കാൾസ്ട്രിയൻ്റ് എന്ന് വെച്ചാൽ അനുസരണക്കേടുള്ള, സബ്മിസീവ് എന്ന് വെച്ചാൽ വിനയമുള്ള. നെക്സ്റ്റ് വൺ മെലിഗ്നൻറ്റ്. മെലിഗ്നൻറ്റ്, ബിനയൻ. മെലിഗ്നൻറ്റ്, ബിനയൻ. മെലിഗ്നൻ്റ് എന്ന് വെച്ചാൽ ദോഷകരമായ, ബിനയൻ എന്ന് വെച്ചാൽ ദയുള്ള. മെലിഗ്നൻറ്റ്, ബിനയൻ. ലാസ്റ്റ് വൺ സ്കെയർഡ്, പ്രൊഫെയിൻ. സ്കെയർഡ്, പ്രൊഫെയിൻ. സ്കെയർഡ് എന്ന് വെച്ചാൽ വിശുദ്ധമായ, പ്രൊഫെയിൻ എന്ന് വെച്ചാൽ അശുദ്ധമായ. സ്കെയർഡ്,
പ്രൊഫൈൻ. അപ്പോൾ ഒന്നുകൂടെ നോക്കിക്കോളൂ. ബെനവലൻറ്റ്, ഹാംഫുൾ, recalcitrant, submissive, malignant, benign, scared, profane. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റായിട്ട് കേട്ട് പഠിക്കുക. എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ബൈ.